തമിഴ്നാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി 19.5 ലക്ഷം രൂപ കവർന്ന കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട് കക്കോടി മക്കട പുത്തലത്ത് കുഴിയിൽ വീട്ടിൽ അജ്മൽ, കോഴിക്കോട് ഒറ്റത്തെങ്ങ് വടക്കേടത്ത് മീത്തൽ ജിഷ്ണു, ഏലത്തൂർ പുതിയ നിരത്ത് ഏലത്തുകാട്ടിൽ ഷിജു, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച കണ്ണൂർ കേളം പീടിക ജിഷ്ണു, തൃശൂർ കോടാലി പട്ടിലിക്കാടൻ സുജിത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പണം തട്ടാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരന്മാരായ 4 പേരെ കൂടി പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ പിടികൂടും. മധുരൈ അഴകർ നഗർ സ്വദേശി ആർ ബാലസുബ്രഹ്മണ്യനാണ് പണം നഷ്ടമായത്. പൂക്കോട്ടൂർ അണവങ്കരയിൽ കഴിഞ്ഞ 16-നാണ് സംഭവം നടന്നത്. ബാലസുബ്രഹ്മണ്യം സുഹൃത്ത് ഗോപാലകൃഷ്ണനൊപ്പം സ്വർണം വാങ്ങുന്നതിനായാണ് പൂക്കോട്ടൂരിലെത്തിയത്. ബസ്സിൽ നിന്നിറങ്ങി നടന്നു പോകുമ്പോൾ കാറിലെത്തിയ സംഘം ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി. തമിഴ്നാട് സ്വദേശികൾ സ്വർണം വാങ്ങാൻ ടൂറിസ്റ്റ് ബസ്സിൽ പണവുമായി വരുന്നുണ്ടെന്ന വിവരം പ്രതികളിൽ ഒരാളായ അജ്മലിന് ലഭിച്ചു. ഇക്കാര്യം സുഹൃത്ത് ജിഷ്ണുവിനെ അറിയിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് പണം തട്ടിപ്പറിക്കാൻ കഴിയുന്ന ആളുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ജിഷ്ണു സുഹൃത്ത് ഷിജുവുമായി സംസാരിച്ച് കണ്ണൂരിലുള്ള 4-അംഗ സംഘത്തെ ഏർപ്പാടാക്കി. കണ്ണൂരിൽ നിന്നെത്തിയ 4-അംഗ സംഘമാണ് പണം അപഹരിച്ചത്. അജ്മലും ജിഷ്ണുവും ഒരു ഇയോൺ കാറിലും കണ്ണൂരിലെ സംഘം ഇന്നോവ കാറിലുമാണ് സഞ്ചരിച്ചത്. പണം തട്ടിയതിനു ശേഷം അജ്മലും ജിഷ്ണുവും നേരെ കോഴിക്കോട്ടേക്കും മറ്റു പ്രതികൾ അരീക്കോട് മുക്കം വഴി തലശ്ശേരിയിലേക്കും രക്ഷപ്പെടുകയായിരുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് അജ്മലും ഷിജുവും തലശ്ശേരിയിലെത്തി 4 ലക്ഷം രൂപ വാങ്ങിയെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച ഇന്നോവ കാർ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു.